നിങ്ങൾ തണുത്തിരിക്കുമ്പോൾ ചായ നിങ്ങളെ ചൂടാക്കും. നിങ്ങൾ ചൂടായിരിക്കുമ്പോൾ അത് നിങ്ങളെ തണുപ്പിക്കും. നിങ്ങൾ സങ്കടത്തിലായിരിക്കുമ്പോൾ അത് നിങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് വില്യം ഗാഡ്സ്റ്റോൺ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ശ്രീശൻ തയ്യൽ. എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഇന്ന് അതിമനോഹരമായ ഒരു ദിവസമാണ്. ഇന്നാണ് മെയ് 21, അന്താരാഷ്ട്ര ചായ ദിനമായി ലോകമെങ്ങും ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്നാണ് ഇൻ്റർനാഷണൽ ടീ ഡേ. എന്താണ് ചായയുടെ ചരിത്രം? ഏതൊക്കെയാണ് വിവിധതരം ചായകൾ? അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ചായയുടെ ചരിത്രം തുടങ്ങുന്നത് പുരാതന ചൈനയിലാണ്. BC 2737 ചൈനീസ് ചക്രവർത്തിയായിരുന്ന ഷെൻനു തിളച്ച വെള്ളത്തിൽ അബദ്ധത്തിൽ വീണ കാട്ടുചെടിയുടെ ഇലകൾ ചേർന്ന വെള്ളം കുടിക്കാനിടയായി. അത് നൽകിയ ഉന്മേഷത്തിൽ നിന്നാണ് ചായ എന്ന അത്ഭുത പാനീയത്തെ ലോകം തിരിച്ചറിഞ്ഞത്. ചായയുടെ സാംസ്കാരികവും സാമ്പത്തികവുമായ മൂല്യം മുൻനിർത്തി ഐക്യരാഷ്ട്രസഭ ആണ് മെയ് 21 അന്താരാഷ്ട്ര ചായ ദിനമായി പ്രഖ്യാപിച്ചത്. പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങളിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പട്ടിണി മാറ്റുന്നതിനും ചായകൃഷി എത്രത്തോളം നിർണായകമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് ഈ ദിനം ലോകമെങ്ങും ആഘോഷിക്കുന്നത്. പലതരം ചായകൾ നമുക്കിന്ന് ലഭ്യമാണ്. ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, വൈറ്റ് ടീ, ഓലോങ് ടീ എന്നിവ. ചായയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, പ്രതിരോധശേഷി കൂട്ടുന്നു, മാനസിക സമ്മർദ്ദം കുറച്ച് നമുക്ക് കൂടുതൽ ഉന്മേഷം നൽകുന്നു. ലോകത്തിലെ ഏറ്റവും വില കൂടിയ ചായ ചൈനയിലെ ദാഹോം പാവോ എന്ന് പറയുന്ന ചായയാണ്. അതിന് 1 കിലോവിൻ്റെ വില അറിയണ്ടേ? ഏകദേശം 9 കോടി രൂപയോളമാണ് 1 കിലോഗ്രാം ദാഹോം പാവോ ചായയുടെ വില. ലോകത്തിലെ ദശലക്ഷക്കണക്കിന് ചെറുകിട കർഷകരുടെയും തൊഴിലാളികളുടെയും ഏക ഉപജീവന മാർഗമാണ് ചായ കൃഷി. എന്നാൽ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനവും കുറഞ്ഞ വേതനവും അവരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നു. മനുഷ്യജീവിതം ഒരു ടീ ബാഗ് പോലെയാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ വീഴുമ്പോൾ മാത്രമേ, അതായത് പ്രതിസന്ധികളിൽ പെടുമ്പോൾ മാത്രമേ നമ്മുടെ യഥാർത്ഥ കരുത്ത് എന്തെന്ന് ലോകം അറിയൂ. ചായയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അടുത്ത് വായിച്ച ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരിക്കൽ ഒരു ശിഷ്യൻ കടുത്ത മാനസിക സമ്മർദ്ദത്തോടെ ഗുരുവിൻ്റെ അടുത്തെത്തി. ഗുരു അവനെ നോക്കി പുഞ്ചിരിച്ചു. അതിനുശേഷം അവന് ഒരു കപ്പ് നൽകി. അതിലേക്ക് ഗുരു ചായ ഒഴിക്കാൻ തുടങ്ങി. കപ്പ് നിറഞ്ഞ് ഒഴുകിയിട്ടും ഗുരു ചായ ഒഴിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഗുരുവേ, കപ്പ് നിറഞ്ഞു, ഇനി കൊള്ളില്ല. ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കപ്പ് പോലെയാണ് നിന്റെ മനസ്സും. പഴയ ചിന്തകളും ആകുലതകളും കൊണ്ട് ഇത് നിറഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിന്ന് കുറച്ച് ഒഴുകിക്കളയാതെ പുതിയ അറിവോ സമാധാനമോ നിനക്ക് ഉൾക്കൊള്ളാനാകില്ല. എന്താണ് ഈ കഥയുടെ ഗുണപാഠം സുഹൃത്തുക്കളെ? ജീവിതം ആസ്വദിക്കാൻ മനസ്സിനെ എപ്പോഴും ശാന്തമാക്കുക, അനാവശ്യ ചിന്തകൾ ഒഴുക്കിക്കളയുക എന്നല്ലേ? ഒരു കപ്പ് ചായ എന്നത് കേവലം ദാഹം മാറ്റാനുള്ളതല്ല. അത് കർഷകന്റെ വിയർപ്പാണ്, രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയാണ്. കർഷകരെയും തൊഴിലാളികളെയും ആദരിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ?
ഇന്ന് നമ്മൾ ചായയുടെ ചൈനീസ് ചരിത്രത്തെക്കുറിച്ചും വിവിധയിനം ചായകളെക്കുറിച്ചും ഇത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും കർഷകരെ സംരക്ഷിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും സംസാരിച്ചു. ഈ പ്രസംഗം കേട്ടതിന് ശേഷം ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഇനി മുതൽ ചായപ്പൊടി വാങ്ങുമ്പോൾ നമ്മുടെ കർഷകരെ ചൂഷണം ചെയ്യാത്ത നല്ല ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കുക. അതിലുപരി ഇന്ന് വൈകുന്നേരം ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ അത് നിങ്ങളുടെ മേശപ്പുറത്ത് എത്തിക്കാൻ തോട്ടങ്ങളിൽ കഷ്ടപ്പെടുന്ന ആ പാവപ്പെട്ട തൊഴിലാളികളെ ഓർത്ത് ഹൃദയപൂർവ്വം നന്ദി പറയുക. ഒരു സുഹൃത്തിന് ഒരു കപ്പ് ചായ വാങ്ങി നൽകി നിങ്ങളുടെ സ്നേഹം പങ്കുവെക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ഇൻ്റർനാഷണൽ ടീ ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്രയും നേരം ഈ ചെറു പ്രസംഗം കേട്ട നിങ്ങളോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ശ്രീശൻ തയ്യൽ. താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് ഓൾ ഓഫ് യു എ ഗുഡ് ഡേ. അടുത്ത ദിവസത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കേൾക്കാം.